So evening ride through Bengaluru city, moving to meet Lenu, Vinod, Sanal, etc. Place is around 20 kilometers from this Indira Nagar. So very good experience on the in Bengaluru. സോ 6:20 ഞങ്ങൾ നമ്മുടെ ശാന്തിയുടെയും സുനിലിൻ്റെയും വീട്ടിൽ നല്ല ചൂട് കാപ്പിയും നല്ല സ്പൈസി കപ്പലണ്ടിയും നിന്നു. നമ്മളുടെ സുനിൽ ബിഗ് ബ്രദർ ഹൗസ് ലൈഫ് ഈസ് എ പേഴ്സൺ ഹു എൻജോയ്സ് ലൈഫ് ആൻഡ് അവർ ശാന്തി സാറാ പണിക്കർ. ശാന്തി എപ്പോഴും അങ്ങ് ചിരിയാണ്. ഞങ്ങളുടെ മർത്തോമ കോളേജ് ലൈഫൊക്കെ ഇന്നലെ കഥ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇന്ന് കൂടുതൽ കഥയൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഫ്ലാറ്റിൽ വന്ന് ഒരു കോഫി ടൈം ഫെലോഷിപ്പ്. താങ്ക് യു. ശാന്തിക്കൊന്നും പറയാനില്ലല്ലോ. സോ ഞങ്ങളുടെ ഇവാനും ഒക്കെ വന്നു. എന്തുകൊണ്ട് എങ്ങനെയുണ്ട്? ഇന്നലെ എല്ലാവരും കണ്ടതാണ്. എന്നാ ഇവാൻ ഇന്ന് വിളിച്ചേ. നീയുവാ എന്താ കളിക്കാൻ പോയതാടെ പാർക്കിൽ പോയത്? ചുമ്മാതോ? ഒരു പാട്ട് പാടിക്ക്. ഏതാ ഇഷ്ടമുള്ള ഫേവറേറ്റ് പാട്ട്? വണ്ടിയിലെ പോയി കൊണ്ട് കിട്ടിട്ടോ ആങ്ങളുടെ വീടും കണ്ടിട്ട് വരാം. അങ്ങനെ വാ, നമുക്കൊരു പോയിട്ട് വരാം. That is near our Kodati gate na, our plot. The school in there. Renault showroom is there na. Somewhere near. Just few minutes. നിന്റെ സ്കൂളിൽ പണ്ട് നീ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോത്തില്ലായിരുന്നു? മുത്തന്നല്ലൂർ ക്രോസ്. ഏതാ മുത്തന്നല്ലൂർ? നിനക്കറിയാം. അപ്പൊ എനിക്ക് നല്ല ബിസ്ക്കറ്റും നല്ല ചോക്ലേറ്റും ഒക്കെ കൊണ്ടു തന്നിരിക്കുകയാണ്. ഇവര് രണ്ടുപേരും ശാന്തി എന്ന് പറഞ്ഞ മർത്തോമ സഭയിലെ ഒരു സീനിയർ പട്ടക്കാരനായ ധർമ്മിഷ്ഠ പണിക്കറച്ചന്റെ മകളാണ്. അതുകൊണ്ട് പുരോഹിതന്റെ കൊച്ചുമക്കളാണ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് പഴയ ആ ഒരു പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ആശ്രയിച്ച ദൈവത്തിന്റെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ പറഞ്ഞു തരുന്ന നല്ല പാഠങ്ങൾ കേട്ട് മഹാനഗരത്തിൽ നല്ലവരായി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്മോൾ എയിം ഈസ് എ ക്രൈം. കേട്ടോ? നല്ല കുട്ടിയായിട്ട് വളരുക. സോ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര ഞങ്ങൾ തുടങ്ങുകയാണ്. ശാന്തിയും പിള്ളേരും എല്ലാം ഉണ്ട്. ഞങ്ങൾ ഇനിയും അടുത്ത കമ്പനി ലെനു, സനൽ, വിനോദ് എല്ലാവരുടെയും അടുത്തോട്ട് പോവുകയാണ്. ഇന്നലത്തെ എൻ്റെ ഒരു മൈക്രോ പരിപാടിയാണ്. നമ്മ ഒരു ബാംഗ്ലൂർ ഈസ് ബ്യൂട്ടിഫുൾ അറ്റ് നൈറ്റ്. ലൈറ്റ്സ് ദ സിറ്റി ദാറ്റ് നെവർ സ്ലീപ്സ് എന്ന് ലോകത്തിലെ ഏത് സിറ്റിയെ കുറിച്ചാണ് ആദ്യമായിട്ട് പറഞ്ഞത്? സിറ്റി ദാറ്റ് നെവർ സ്ലീപ്സ്. അനദർ ക്വസ്റ്റ്യൻ. ആൻസർ ചെയ്യും. സോ 7:23 ഞങ്ങൾ ഫ്ലവർ എങ്ങനെ വായിക്കുന്നത്? ഫ്ലവർ മാൻഷൻ, ലെനു ജോർജ് ആൻഡ് ജിഷ ലെനു ജോർജ്. ഇന്നിപ്പം ലെനുവിൻ്റെ കൊട്ടാരത്തിലെത്തിയിരിക്കുകയാണ്. ഞങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മളൊരു സുഹൃത്തിനെ കണ്ടു. എന്തോ പേര്? ജുബിൻ. ഇങ്ങോട്ട് കയറി നിൽക്കുന്നു, ഇന്ന് മറഞ്ഞു നിൽക്കുന്നു. സോ ജുബിൻ കൊട്ടാരക്കരയിലാണ് അല്ലേ? ഉണ്ട്. ലെനുവിൻ്റെ മക്കളും ഒക്കെ ഉണ്ട്. അതിന് ഓടി ഇവന്മാരുണ്ട്. നല്ല സ്മാർട്ടാണ് ഇവർ. ക്യാമറ കണ്ട ഓടി. പ്രോ ക്യാമറ പീപ്പിൾ. ഹലോ. ഇവരെയൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ അവരുടെ കൊട്ടാരത്തിൽ വന്നു. മാൻഷൻ, വി ആർ അറ്റ് യുവർ മാൻഷൻ. താങ്ക് യു. ഓക്കെ. അപ്പം ജിഷ നമുക്ക് വേണ്ടി സ്പെഷ്യൽ വൈനാണ്. എന്തൊക്കെയോ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇഞ്ചിയാണ്. ഇഞ്ചി വൈൻ. സോ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് വൈൻ കുടിക്കുകയാണ്. വെരി ഗുഡ്. മാറിടാത്ത യേശുനാഥൻ മാറ്റമില്ല. So time is 8:23 and this is dinner time at Jisha and Lenu's den, we can call it. So അങ്ങനെ ഞങ്ങൾ സ്നേഹ ബന്ധമാണ്. നിലവായിട്ട് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. സനലുണ്ട്, ജിഷയുണ്ട്, ലെനു ഉണ്ട്, വിനോദുണ്ട്, ക്രിസ്ത്യൻ ആൻഡ് ക്രിസ് ഉണ്ട്.
ഇവാൻ ആൻഡ് ഇവ ഉണ്ട്, ശാന്തി ഉണ്ട്. ശാന്തി എന്തോ ആകാശത്തോട്ട് നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ബിഗ് ടീം ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളുടെ ഒരു ചെറിയ ടീമാണ്. ഒരു ബി ടീം ഒന്നും പറയാൻ ഒക്കത്തില്ല. ദിസ് ഇസ് ദ കോർ ടീം. അങ്ങനെ നല്ല സ്നേഹബന്ധം. എല്ലാവർക്കും സന്തോഷമല്ലേ? സന്തോഷമാണ്. അതുകൊണ്ട് ഞങ്ങള് ജിഷ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് എനിക്ക് പനീർ, മഷ്റൂം ഞാൻ വെജിറ്റേറിയനാന്നൊക്കെ അറിഞ്ഞ് എടുത്തു തന്നെയാണ്. ചപ്പാത്തി ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ട്. ഞങ്ങൾ സ്നേഹ വിരുന്നിന്റെ കൂട്ടായ്മയിലേക്ക് പോവുകയാണ്. തമാശ ഒന്നും പറയുന്നുണ്ടോ? പഴയ തമാശയൊക്കെ, വിനോദിന്റെ തമാശയൊക്കെ ഇന്നലെ കുറെ പറഞ്ഞായിരുന്നു. നമുക്ക് അവസാനം പ്രാർത്ഥിക്കാം, കുഴപ്പമില്ല. നല്ല ഒരു കഴിക്കുമോനെ വേണ്ടമ്മായി, ആ കഴിക്കുമോനെ വേണ്ടമ്മായി, കഴിക്കെന്നും പറഞ്ഞുകൊണ്ട് മരുമോനെ കഴിപ്പിക്കുന്ന പൊന്നമ്മായി, നമ്മുടെ പിന്നാരമായി, ഭർത്താരങ്ങളുടെ കുമ്പാരമായി, അമ്മായി ഒരുക്കി വെച്ചത് മരുമോനുക്കായി. ഞങ്ങള് പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് യുവനസഖ്യത്തിനൊക്കെ പാടുന്ന പാട്ടാ ഈ പാട്ടാ. ഉസ്താദ് ഹോട്ടലിൽ മറ്റേ അപ്പത്തരങ്ങൾ അമ്മായി അമ്മായി നാക്കിയത്. ഇത് ഞങ്ങള് കോളേജ് പഠിക്കുന്ന സമയത്ത് യുവനസഖ്യത്തിൽ പാടുന്ന പാട്ടായിരുന്നു. ആണ് അപ്പത്തരങ്ങളുടെ കുമ്പാരമായി. ഞങ്ങള് യുവനസഖ്യത്തിൽ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയത് കുറ്റപ്പുഴ യുവനസഖ്യത്തിന്. അതുപോലെ എന്തുവാ, ഉണ്ണിയപ്പം തിന്നാൻ കൊടുത്തു, ഉണ്ണിയും കുട്ടി തിന്നാൻ കൊടുത്തു, എന്നിട്ടും ഈ കൊച്ചു വളരുന്നില്ല. കുഴലപ്പം തിന്നാൻ കൊടുത്തു, കുഴലും കുട്ടി തിന്നാൻ കൊടുത്തു, എന്നിട്ടും ഈ കൊച്ചു. അങ്ങനെ വെള്ളയപ്പം തിന്നാൻ കൊടുത്തു, പാലപ്പം തിന്നാൻ കൊടുത്തു. ഇങ്ങനെ യുവനസഖ്യ സമയത്ത് ഒത്തിരി പാട്ടുകളുണ്ടായിരുന്നു. ഓക്കെ, വണ്ടർഫുൾ മൊമെന്റ്സ്. ഓക്കെ, that is also there, no? Chris is gone. Chris is not existing today. Okay. Introduction. Huh? Okay. Introductions. Batman. Oh my goodness. Really. സഹൃദയരെ, കലാസ്നേഹികളെ, നമുക്ക് ബാംഗ്ലൂർ നഗരത്തിൽ വന്ന് 2 ദിവസം കൊണ്ട് എനിക്കൊരു 10 കിലോ വെയിറ്റ് കൂടിയെങ്കിലും ഒരു വയസ്സ്, ഒരു 5 വയസ്സ് 7 വയസ്സ് കുറഞ്ഞ ഒരു ഫീലാണ്. 2 ദിവസമായിട്ട് പനീറും ഇതുമായി കഴിക്കുന്നുള്ളൂ. ഇതങ്ങ് കൂടി, അത് വേറെ കാര്യം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പഴയ നമ്മുടെ സനലിനെയും ലെനുവിനെയും വിനോദിനെയും ജിഷയെയും അവരുടെ മക്കളെയും ശാന്തിയെയും എല്ലാം കാണുവാനും ഒക്കെ ദൈവം ഒരവസരം തന്നു. ജീവിതത്തിലെല്ലാം ദൈവം നൽകുന്ന അവസരങ്ങളാണ്. വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് നത്തിങ് ഈസ് ആക്സിഡന്റ്, എവറിഥിങ് ഈസ് പ്ലാൻഡ് ആൻഡ് എവറിഥിങ് ഹാസ് എ പർപ്പസ് ഇൻ ലൈഫ്. സോ അറ്റ് ദിസ് പോയിന്റ് almost I am nearing the halfway. No, actually it is almost 3/4 is over. We don't know how long it will continue. At this stage, meeting our former students and youngsters and graceful children like you is really an amazing experience. So it gives the fuel that is necessary for the next phase. Next phase is, means the next 10 years. We have to plan according to decades. So this is an amazing moment, emotional moment. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. സ്നേഹവും ആ ഒരു സന്തോഷവും. സത്യം പറഞ്ഞാൽ ലിനുവിനെ കണ്ട് കെട്ടിപ്പിടിച്ച് എന്റെ കണ്ണ് നിറഞ്ഞങ്ങും, പിന്നെ ഒന്നും മിണ്ടാൻ വയ്യ. ഇപ്പോഴും കണ്ണ് നിറയൂ. ഐ എം എ ഷോമാൻ, സോ ഐ ലവ് എക്സ്പ്രഷൻ. ഐ എക്സ്പ്രസ് മൈ ഫീലിങ്സ്. അതുകൊണ്ടൊന്നും മാറ്റി വെക്കത്തില്ല. വിനോദം എങ്ങനെ കാണുന്നു ഇതിനൊക്കെ? നല്ല രീതി. ഇത് കുറച്ച് നാളായിട്ട് നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു മീറ്റപ്പ് നടത്തിയിട്ടില്ല. അപ്പോൾ പുള്ളി കാരണം ഞങ്ങൾക്ക് കുറേ ആൾക്കാരായിട്ട് മീറ്റപ്പ് ചെയ്യാൻ പറ്റി, ഒന്ന് അറിയാൻ പറ്റി നിങ്ങളൊക്കെ എവിടെയൊക്കെയാണെന്നുള്ളത്. സെയിം പള്ളിയിലാണെങ്കിൽ പോലും ഇതുവരെ അറിയില്ല. ഞങ്ങളുടെ ചേട്ടൻ പറഞ്ഞത് എല്ലാ ഞായറാഴ്ചയും പള്ളി കഴിഞ്ഞ് വിനോദനെ കണ്ട് ചിരിച്ചു കാണിക്കും. ഇതുവരെ ഒന്നും വേണ്ടിയിട്ടില്ല. അപ്പൊ ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചു കാണിക്കുന്ന കുറെ പേരുണ്ട്. അവര് ഒന്നും മിണ്ടത്തില്ല.
after the service they simply smile. അപ്പോൾ ഇതിലെ അവിടെ കണ്ടപ്പോൾ ഞങ്ങൾ സ്മൈൽ ചെയ്തു. എവിടെ പട്ടി തോന്നുന്നു. അങ്ങനെ അതൊരു നല്ല എനിക്ക് അറിയത്തില്ലായിരുന്നു കോശാന്റെ ബ്രദറാന്നുള്ള കാര്യം. പിന്നെ ഈ സ്റ്റാറ്റസ് അപ്ഡേറ്റ് കണ്ടിട്ട് ജിഷയ്ക്ക് അറിയാവുന്ന ഐസക്ക്, അങ്ങനെ ഇപ്പൊ ശാന്തിക്ക് അറിയാവുന്ന ഒരു ബിനി ഇന്ന് എന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് കണ്ട് അങ്ങനെ ബന്ധങ്ങളെല്ലാം വീണ്ടും we have to reconnect. Connections were there earlier. Now it's time to reconnect. Yes, Mr. Lenu. Yes, it was a really energetic moment. കോശിനെ പ്രത്യേകിച്ച് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കാണാൻ പറ്റിയത്. അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷങ്ങളുണ്ട്. As he said, ആരെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനാണ് ഏറ്റവും പാട്. അത് കോശാൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു കൂട്ടായ്മ വന്നത്. ഞങ്ങൾ വിനോദ സനിൽ ഞങ്ങളെല്ലാം എപ്പോഴും മീറ്റപ്പ് ചെയ്യുന്ന ആൾക്കാരായി. ദാറ്റ് മീൻസ് ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. കോശാനോട് വന്നു കഴിഞ്ഞപ്പോൾ അത് ഒന്നുകൂടെ കളർഫുള്ളായി. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് us. ഞാൻ ഒരു കാര്യം ഓപ്പണായിട്ട് പറഞ്ഞൊന്നും തോന്നുന്നില്ല. ഇവരുടെ കാര്യം ഇവരെ എനിക്ക് ഐ തിങ്ക് ദേ ഹാവ് മെയ്ഡ് ദ ഡിസിഷൻ വെൻ ദേ വർ 17 years old, I think, isn't it? Or 16. So this is a classic example. We can take a very good qualitative decision at that time. So it's not about doing something wrong or anything. They have been able to continue for the last 25 years, I think, isn't it? So there is also one more story behind it. So I still remember the last day of my college. അപ്പം ഞാൻ മത്തോ കോളേജിൻ്റെ എച്ച് ബാച്ചിൽ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് ഞാൻ കോശാനെ കണ്ടു. അപ്പോൾ കോശാൻ എന്നെ കണ്ടപ്പം പറഞ്ഞു, നീ പറഞ്ഞോടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പറഞ്ഞില്ല അച്ഛാ, ഞാനും പോയി പറഞ്ഞേച്ച് ഇനി താഴോട്ട് വന്നാൽ അത് ഇല്ലെന്നുണ്ടെങ്കിൽ നിന്നെ കാണാൻ പറ്റില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അത് നാണക്കേടായതുകൊണ്ട് I went half the way for the steps and I came back again. അന്നേരം കോഴ്സിനോട് റിപ്പോർട്ട്, നീ പറഞ്ഞോടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ പറഞ്ഞോളാം, എനിക്ക് അതിനൊരു ഇപ്പോൾ പോയി പറഞ്ഞിട്ട് വേണമെന്ന്. ദെൻ ദ തേർഡ് ടൈം പിന്നീട് പോയിട്ടാണ് ഞാൻ ജിഷയുടെ പ്രപ്പോസ് ചെയ്തത്. സോ അതിനകത്ത് ഒത്തിരി വലിയൊരു റോളുണ്ട്. സോ നിങ്ങളോട് പറയേണ്ടി thing is that something will happen in your life. Everything is according to the plan of God. You have to respond creatively and positively. Everything should be creative. That is the most important. So they have been leading a wonderful creative family life. That is excellent. Great. Okay, sorry. സന്തോഷം. ഇത് ഇനീഷ്യേറ്റീവ് എടുത്തു. അറ്റ്ലീസ്റ്റ് കുറേ ആളുകളെ കൂടെ കൂടുതലായി കാണാൻ പറ്റിയത്, അതായത് വർഷങ്ങൾക്ക് ശേഷം കോശിയാനെ കാണാൻ പറ്റിയത്, കുറച്ച് സമയം കോശിയോട് സംസാരിക്കാൻ പറ്റിയത്. പിന്നെ ബാക്കിയുള്ള ഇവിടെ ഉള്ള നമ്മൾ ചേച്ചീനെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ബാക്കി കമ്പനി ഉണ്ട്, എച്ച് ബാച്ച് എന്നൊക്കെ പറഞ്ഞ ഷിയാസ് ഉണ്ട്, ജിൽസ് ഉണ്ട്, നിസാം ഉണ്ട്, ഞങ്ങളുടെ പ്രമോദ് ഉണ്ട്, പിന്നെ നവാബ് ഉണ്ട്, മറ്റേ ബിബി ഒക്കെ ബിബി ഉണ്ട്, ജിനോ ഉണ്ട്, ജിനോ ജോണ്, ജിനോ ജി ബാച്ച്. വേറെ ആരും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എല്ലാവരും ആ സമയത്ത് ഒന്ന് പ്ലാൻ ചെയ്യും. നമുക്കൊരു 1-2 വർഷത്തിനാവും മർത്തോമ കോളേജിൽ തന്നെ ഒരു ദിവസം ഒരു ക്രിസ്മസ് അവധിക്കോ വല്ലതൊക്കെ ഒന്ന് കൂടാം. അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം. ജിഷ എന്തെങ്കിലും പറഞ്ഞേ? അങ്ങനെ 27 വർഷം കഴിഞ്ഞിട്ട് നമ്മളെ കാണുന്നു. ആ പണ്ടത്തെ കോളേജിലെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് തിങ്ക് ചെയ്യാനും ഒന്ന് മനസ്സിൽ കൂടെ ഒന്ന് പായാൻ ഉള്ള ഒരു അവസരം കിട്ടി. അതെ, അതൊരു വലിയൊരു കാര്യമാണ്. ജിഷയുടെ ഒത്തിരി കലാ വർക്കുകളുണ്ട്. ഇതാ ലിംക റെക്കോർഡ്സ്, വേൾഡ് റെക്കോർഡ്സ്, അങ്ങനെ ഈസ് എ വെരി ക്രിയേറ്റീവ് പേഴ്സൺ. ഞാൻ ആ ത്രെഡ് വർക്ക് ഇങ്ങനെ നോക്കുകയായിരുന്നു. അതൊന്നും പോലെ എടുത്താൽ മതി. ജിഷയോട് പറഞ്ഞു കൊടുത്തേ എന്തോ അവിടുത്തെ നടത്തിയത്. ഓക്കെ, യു ക്യാൻ എക്സ്പ്ലെയിൻ, പ്ലീസ് എക്സ്പ്ലെയിൻ. Okay, so so this is my mom's thread art. For this, I didn't get food for 1 week. We have to take that into consideration. 1 week food I didn't get. You need always. Actually, you can when you see through the camera, you see a person. Who is that person actually? My daughter. Yes, please come. Stand here. So she is inside that. This is only threads. So it's an excellent, amazing work. I have to really appreciate, and that child is there, isn't it? Who is there? Who is inside that? Me. He is there. Okay. So it's an excellent work. So what do you want to say at this moment? I want to thank God for this opportunity. Yes.
and I loved everyone coming over. It was a great experience. I got to know more stories about my father, which I do want to know more about. Yes. You can create your own stories. Why do you want to know your father's stories? I should know what I come from, my roots. And then I want to thank everything. Yes. And I love the new generation also. You want to say something? No, I'm just really thankful everyone's here. Thankful everyone. Enjoy the time over here. എല്ലാരും കാണാൻ കഴിഞ്ഞതിൽ ഒരു സന്തോഷമുണ്ട്. ഇങ്ങനെ ശാന്തിയുടെ ഇവ എന്തെങ്കിലും പറയാനുണ്ടോ? ഇവാൻ, കോളേജ് ലൈഫിലെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, ഞാൻ പ്രീ ഡിഗ്രിക്ക് മാത്സിന് 100 വാങ്ങിച്ച് വലിയ പുലിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചെറുതായിട്ട് നോഴപ്പി ഡിഗ്രിക്ക് വന്നപ്പോൾ. അത് അധികം പേർക്ക് അറിയത്തില്ല കഥ. അപ്പൊ ഞാൻ ക്രിക്കറ്റ് ടീമിലൊക്കെ വന്നു. അപ്പൊ ഞങ്ങളുടെ അപ്പൻ അന്നേ പറയുന്നുണ്ട്, നിനക്ക് ക്രിക്കറ്റ് പറ്റിയതല്ല, നീ പഠിക്കാതെ. അപ്പം പറയുന്നത് അന്ന് കേൾക്കത്തില്ലല്ലോ, അന്ന് വലിയ റബലല്ലേ, ഇനിയിപ്പോൾ അനുഭവിക്കുക. അപ്പൊ ഡിഗ്രി മാത്സ് പഠിക്കുമ്പോൾ ഞാൻ ഈ ക്രിക്കറ്റ് പ്രാക്ടീസ് എന്നും പറഞ്ഞ് ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്ത് പോകും, ഫുൾ ഡേ ഒക്കെ പോകും. മാത്സ് ഈസ് ഓൾ അബൌട്ട് കണ്ടിന്യൂറ്റി. ഒരു ദിവസം പഠിപ്പിച്ചത് മിസ്സാവുകയാണെങ്കിൽ അടുത്ത ദിവസം നമുക്കൊന്നും മനസ്സിലാക്കില്ല, ഞാൻ വായ്പ വെച്ചിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഹിസ്റ്ററി ഒരു ബാറ്റിൽ ഓഫ് പാണിപ്പെട്ട് പഠിച്ചില്ലെങ്കിലും നമുക്ക് അടുത്ത കണ്ടിന്യൂ ചെയ്യാം. ഈ മാത്സിനും ഫിസിക്സിനും ഒക്കെ അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം വരുമ്പം എനിക്ക് രാവിലെ വരുമ്പം മാത്യു നോട്ട്സ് ഇന്നലത്തെ ക്ലാസ്സിൻ്റെ എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും തരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ശാന്തിയെ നേരിട്ട് നേരത്തെ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്നാ ശാന്തി അങ്ങനെ ചെയ്യുന്നത്, എനിക്ക് വേണ്ടി വലിയ ത്യാഗമൊക്കെ. ഞാൻ ത്യാഗമൊന്നും ചെയ്യുമല്ല, ഞാൻ എല്ലാ ദിവസവുമായിട്ട് ഇന്ന് പഠിപ്പിച്ചത് എഴുതി പഠിക്കും. ഇപ്പോൾ എഴുതി പഠിക്കുന്ന ഒരു വെള്ള പേപ്പറിലും എഴുതുമായത്, അത് മാത്യുവിന് തരുന്നതേ ഉള്ളൂ. അത് മാത്യു വേണമെങ്കിൽ പഠിച്ചോട്ടെന്ന് വിചാരിച്ചേ. അങ്ങനെ ഒരു ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് ക്രെഡിറ്റ് ഒന്നും എടുക്കത്തില്ല. ഞാൻ വലിയ കാര്യമൊന്നും ചെയ്തില്ല, ശരിയല്ലേ? അതല്ലേ? അതുകൊണ്ട് ഈ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞ ഇതാ അതെ ന്യൂജനിന്റെ ഒക്കെ ചങ്ക് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞ എന്തോ ചങ്ക് ഫ്രണ്ട്ഷിപ്പ്. ദിസ് ഈസ് ചങ്ക് ഫ്രണ്ട്ഷിപ്പ്. നോട്ട്സ് എഴുതി കൊടുക്കും. അതൊക്കെയാണ് ക്രിയേറ്റീവ് ഫ്രണ്ട്ഷിപ്പ്. അതുകൊണ്ട് ഞങ്ങൾ 1999 കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ 26 വർഷമായി. ഇപ്പോഴും ബാംഗ്ലൂർ വരുമ്പം ശാന്തിയെ കാണുവാനും, സുനിൽ ഈസ് എ വണ്ടർഫുൾ പേഴ്സൺ. ഞങ്ങൾ അവിടെ നിന്ന് ഒത്തിരി തമാശകളൊക്കെ പറഞ്ഞു. രണ്ട് നല്ല സ്നേഹനിധികളായ മക്കളും. എനിവേ ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഇൻ ലൈഫ്. 9 അബ്ദുൽ കലാം സാറിനെ കാണുവാനൊക്കെ ഒരു അവസരം കിട്ടി. സാറിന്റെ കാലയിൽ തൊട്ടു. സാറിന്റെ കൈ എന്റെ തലയിൽ വെച്ച് ഗോഡ് ബ്ലസ് എന്ന് പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഇലക്ട്രിഫൈങ് മൊമെന്റ് ഇൻ മൈ ലൈഫ് എന്നാണ്. അപ്പൊ അന്ന് മുതൽ എനിക്കൊരു വലിയൊരു പ്രേരണയാണ് സ്മോൾ എയിം ഈസ് എ ക്രൈം, സോങ് ഓഫ് യൂത്ത് എന്ന് പറഞ്ഞ് അബ്ദുൽ കലാം സാർ എഴുതിയ. ഒന്ന് വായിച്ചേ, ഉറക്കെ വായിച്ചേ മോളെ. 4 ലൈൻ ഒന്ന് വായിച്ചേ, ഉറക്കെ വായിച്ചു. നീ യു റീഡ് aloud first. Aloud. As a young citizen of India, armed with technology, knowledge and love for my nation, I realized small aim is a crime. അന്ന് മുതലുള്ള എൻ്റെ ഒരു പാഷനാണ് സ്മോൾ എയിം ഈസ് എ ക്രൈം എന്നുള്ളത്. അതാരായി പറയുന്നത്? 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞ് പത്രം വിറ്റ് നടന്ന് പഠിച്ച് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആയ ഡോക്ടർ APJ അബ്ദുൽ കലാമായി പറയുന്നത്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അദ്ദേഹം പഠിച്ചിട്ടില്ല. 12ാം ക്ലാസ് വരെ തമിഴ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. He is the most deserving person who can make such a statement. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ at your age he was selling newspaper every day. Can you believe it? Imagine it. Just to pay the school fees. So when he says it matters. Absolutely. Small aim is a crime. അപ്പോൾ നമ്മളത് പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയാം, ഉറക്കെ പറഞ്ഞോണം. കുട്ടികൾ പറയാം, എല്ലാവരും പേരൻസിനും എല്ലാം പറയാം. ഏറ്റു പറയണം, നല്ല ശബ്ദത്തിൽ പറയണം. As a young citizen of India. As a young citizen of India. Armed with technology. Knowledge. And love for my nation. I realize. Small aim is a crime. Small aim is a crime. Excellent, amazing. Small aim പ്രത്യേകതയുണ്ടോ? ഇത് ഡയമണ്ട് ആർട്ടാണ്. ഇത് ഇത്രയും സ്റ്റിക്ക് ചെയ്ത് ഒരു പിക്ചർ ആയിട്ടാണ്. ലെനോട് നിൽക്കില്ല. മക്കളോടോ? വാ. ഇത് നിങ്ങൾ 25 മണിക്കൂർ എടുത്ത് ചെയ്തായിരുന്നു.
സമർത്ഥയായ ഒരു അധ്യാപിക കം കലാകാരി 25 മണിക്കൂർ ചെയ്ത ഒരു ഇതൊക്കെ സ്വീകരിക്കാൻ ഞാൻ യോഗ്യനാണോ എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച്. ആ ഒരു സ്നേഹത്തിനാണ്. ശരി. ഓ, എന്നെ വീണ്ടും വീണ്ടും കരയിപ്പിക്കുമല്ലോ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കാരണവൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏകമടുത്ത സഹായമെന്താ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റമടുത്ത സഹായമെന്താ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവമായ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. എത്ര നല്ല മതിയായ ദൈവം ഞങ്ങൾക്ക് ഈ ജീവിതത്തിൽ ലോകത്തിൽ ചെറിയൊരായുസായി 70 ഏറെയായാലും 80 മാത്രം ഞങ്ങൾക്ക് തരുന്ന വലിയ സ്നേഹബന്ധങ്ങൾക്കായി, കൂട്ടായ്മയ്ക്കായി, നന്മയ്ക്കായി, സന്തോഷത്തിനായി, സൗഹൃദത്തിനായി സ്തോത്രം ദൈവമേ. ഞങ്ങളാരും ഈ ലോകയാത്രയിൽ ഏകരല്ല. നിന്റെ വലിയ സാന്നിധ്യം, മാലാഖമാരുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളതിനകത്ത് സ്തോത്രം ചെയ്യുക. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഞങ്ങൾക്ക് ഈ ബാംഗ്ലൂരിൻ്റെ നഗരത്തിൽ തന്നിരിക്കുന്ന വലിയ സ്നേഹത്തിൻ്റെ അത്ഭുത അനുഭവങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഒന്നും ഞങ്ങളുടെ യോഗ്യതയോ മിടുക്കോ കഴിവോ ഒന്നുമല്ല. നിനക്കൊരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ഞങ്ങളെ നിന്റെ ദൈവീക സ്നേഹത്താൽ ഒരുമിപ്പിക്കുന്ന നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നതാണ്. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന 3 കുടുംബങ്ങൾ, 4 കുടുംബങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലഘുവിനെയും ദിശയും മക്കളെ 2 പേരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സനലിനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിനോദിനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശാന്തി മക്കള് കുടുംബം എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയനും അവരുടെ കൂടെയുള്ള ആ ഒരു സ്നേഹവും സന്തോഷവും കൂട്ടായ്മയും ഭക്ഷണത്തിൻ്റെ സന്തോഷവും ആത്മീയമായ സന്തോഷം എല്ലാം അനുഭവിക്കാൻ തരുന്നതിനോട് സ്വാതന്ത്ര്യം. കുഞ്ഞുമക്കളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇവരൊക്കെ വളരെ ഒരു ബിസി ജീവിത ഷെഡ്യൂളിൽ നിൽക്കുമ്പോൾ ദൈവമേ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്നുള്ള ആ ഒരു വലിയ പ്രതീക്ഷയോടുകൂടി നല്ല അംശം, ജീവിതത്തിലെ നല്ല അംശങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള പരിജ്ഞാനം നിന്റെ മക്കൾക്കെല്ലാം കൊടുക്കണം. എല്ലാവർക്കും ഭാവി നല്ല ജോലിയൊക്കെ കിട്ടി നല്ല ഒരു ജീവിതം, സന്തോഷകരമായ നിന്റെ നാമം മഹത്വീകരിക്കുന്ന സന്തോഷകരമായ ശ്രേഷ്ഠകരമായ ജീവിതം നയിക്കുവാൻ സഹായിക്കണമേ. ദൂരസ്ഥ സമീപസ്ഥരുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കേരളത്തിലുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടെയൊക്കെ മർത്തോമ കോളേജിലൊക്കെ പഠിച്ച ആയിരക്കണക്കിന് കുട്ടികളുണ്ട് കർത്താവ്. ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ അനേകരുണ്ട്. അവരെല്ലാം നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. നല്ല സ്നേഹത്താൽ നിറയ്ക്കണമേ. ഞങ്ങൾ പിരിയുന്ന ദൈവമേ, പിരിയാത്തതിൻ്റെ വലിയ സാന്നിധ്യത്തെ കൂടെ ഉണ്ടായിരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ ഫോട്ടോയുടെ മഹത്വം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നേരെ നോക്കുമ്പം ദമ്പതികളെ കാണാം, ദിശ ആൻഡ് ലെനു. സൈഡിലോട്ട് പോകുമ്പോൾ മോളെ കാണാം, ക്രിസ്റ്റീനെ കാണാം. താഴെ ക്രിസ്റ്റീനാണ്. അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ ക്രിസ്റ്റിനെയും കാണാം. ഓ മൈ ഗുഡ്നസ്, റിയലി അമേസിങ്, സോ ഗ്രേറ്റ്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ കേട്ടോ. ഇത് ദിസ് ഈസ് റിയലി അമേസിങ്. രാത്രി 9:30 ആയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ സനലിന്റെ പാലസ്, എന്താണ് പറയേണ്ടത്, ഡെന്നാണോ മാൻഷ്യനാണോ? അപ്പം വിനോദ് പറഞ്ഞു സനൽ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇത് ഒരു സമ്പാദ്യം. നല്ലതാണ് ജീവിതത്തിൽ. സത്യസന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹം കൊടുക്കും, അതിന് യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് കർത്താവിൻ്റെ പടമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. വന്ന വഴിയൊന്നും മറക്കരുത്.
എൻ്റെ കൈകളുടെ അധ്വാനം കൊണ്ടല്ല ഞാൻ നേടിയത്, ദൈവം തന്നതാണെന്നുള്ള ആ ഒരു അക്നോളജ്മെൻ്റ് ഒക്കെ ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. അതുകൊണ്ട് കാണാൻ ഒത്തു. വീട്ടിലൊക്കെ വന്നിപ്പോൾ കയറാൻ പോകുന്നേ ഉള്ളൂ, അടുത്ത ബാച്ച് വരുന്നേ ഉള്ളൂ. സമയം നൈറ്റ് ഈസ് സ്റ്റിൽ യങ് ഫോർ അസ്. ഏമിയുടെ വീട്ടിൽ വെച്ച് നമുക്ക് നല്ല ആവി പറക്കുന്ന ചൂട് കട്ടൻ കാപ്പി. ദിസ് ഈസ് വണ്ടർഫുൾ. നല്ല ചൂടായിരിക്കും. ഫീൽസ് ലൈക്ക് ഹെവൻ. അതുകൊണ്ട് കാപ്പിയുടെ ഒന്ന് മുട്ടിച്ചേനെ. അവരോട് പണ്ട് കൊണ്ടാട്ടി അവരെയല്ലോ ഇത് മതി. ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, നമ്മളെല്ലാം വെരി ഇൻ ടു ടോപ്പിക് ആണ്. അപ്പോൾ സന്തോഷകരമായ കൂട്ടായ്മയുടെ സനലിന്റെയും ഏമിയുടെയും വീട്ടിലും നമുക്ക് കൂടുവാൻ ഒത്തു. നല്ലതല്ലായിരുന്നോ? വിഷയം എന്തോ പറയുന്നു? വിഷയമൊക്കെ ഇവിടുത്തെ അയൽക്കാരാണ്. ശാന്തി എന്നാ പറയുന്നു? ജോവാൻ എന്തുകൊണ്ട്? ഹൗ ഈസ് ലൈഫ്? ആർ യു എൻജോയിങ് ലൈഫ്? സ്മോൾ എയിം ഈസ് എ ക്രൈം, സോ എയിം ഹയർ ആൻഡ് ഗോഡ് ബ്ലസ് യു. ബാക്കിയുള്ളവരോടുള്ള ഇന്റർവ്യൂ ഓൾറെഡി കഴിഞ്ഞതാണ്. അതുകൊണ്ട് സന്തോഷ സൂചകമായി തന്നതെല്ലാം സ്വീകരിച്ച് ബാലകരാം ഞങ്ങളിതാ പോകുന്നു, ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു. ആ സന്തോഷ സൂചകമായി തന്നതെല്ലാം സ്വീകരിച്ച് ബാലകരാം ഞങ്ങളിത് പോകുന്നു. ഓക്കെ. എല്ലാവർക്കും സ്നേഹം മാത്രം, സ്നേഹം മാത്രം, സ്നേഹം മാത്രം. കാണും വരെ ഇനി നാം. So a long and busy journey started at 6:30 in the morning from the same place, and it's 11 p.m. at night. Anyway, it's a blessed day. Tomorrow evening going back to Kerala. Good night.